ഫ്രീ ആയിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് നോട്ട്സ് തന്നുവിടും. ഇത് മസ്റ്റ് ആയിട്ടും വായിച്ച് പഠിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് ഇനി സ്റ്റേജ് 3 ആണെങ്കിലോ അല്ല ഇനി ഡിഗ്രി മെയിൻസ് എഴുതാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ഏത് PSC പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഞാൻ ഈ തരുന്ന PDF-കൾ മസ്റ്റ് ആയിട്ട് വായിക്കണം. ബിക്കോസ് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സ്റ്റേജ് 2 ആണല്ലോ ഇന്ന് കഴിഞ്ഞത്. സ്റ്റേജ് 2 കഴിഞ്ഞതിന് ശേഷം പല വിദ്യാർത്ഥികളും നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. അതിനകത്ത് ഒരു വിദ്യാർത്ഥി അയച്ച ഒരു കമന്റ് ആണ് ഈ സ്ക്രീൻഷോട്ടിൽ ആഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മൾ കൃത്യമായിട്ടും കൊടുത്തിരുന്ന റിവിഷൻ പ്ലാൻസ്, മാതൃകാ പരീക്ഷകൾ ഫ്രീ ആയിട്ട് തന്നെ പുറത്ത് പലതും കൊടുത്തിരുന്നു. ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി ടോപ്പിക്സ്, ഹോട്ട് ഏരിയാസ്, ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ സാധ്യത ഹോട്ട് ഏരിയാസ്, ഇതൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. അതിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് മുഴുവൻ. അതായത് മുഴുവൻ ചോദ്യം എന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് ഈ പരീക്ഷ അടിപൊളി മാർക്കിൽ ജയിക്കാൻ എത്ര മാർക്ക് വേണോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുമായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഈ ടോപ്പിക്സ് ഏറ്റവും അപ്ഡേറ്റഡ് ആണ്. ഇനി വരാൻ പോകുന്ന എക്സാംസിന് ഇതൊക്കെ തന്നെ വരും. ഡിഗ്രി ലെവൽ സ്റ്റേജ് 3 പ്രിലിംസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇത് നോക്കുക. മെയിൻസ് എഴുതാൻ പോകുന്ന ആൾക്കാരും ഈ PDF ഡൗൺലോഡ് ചെയ്യുക. ഇത് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെന്നോ ഞാൻ വഴിയെ പറഞ്ഞു തരാം. പല ആൾക്കാരും സംശയത്തോട് ചോദിച്ചൊരു കാര്യമായിരുന്നു, ഈ വെറും 4999 എന്ന് പറയുന്ന ഒരു എമൗണ്ടിൽ റിവിഷൻ ബാച്ച്, അത് ഡിഗ്രി ലെവൽ പരീക്ഷകൾ റൺ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അത് തീവ്രമായ റിവിഷൻ ക്ലാസ്സുകളും 10 ഫുൾ ടെസ്റ്റുകളും എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. പക്ഷെ ആ ഒരു ബാച്ചിന്റെ വിജയമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നമുക്ക് നോക്കാം, റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിച്ച പല ചോദ്യങ്ങളും ഈ ഒറ്റ ബാച്ചിന് വന്നിട്ടുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു പരീക്ഷയുടെ സാധ്യത കട്ട് ഓഫ് എത്രയോ നമുക്ക് ചർച്ച ചെയ്യാം. അതിനോടൊപ്പം തന്നെ അസോസിയേറ്റഡ് ഫാക്ടുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഈ അസോസിയേറ്റഡ് ഫാക്ട് കാര്യം സ്റ്റേജ് 1-ലെ അസോസിയേറ്റഡ് ഫാക്ടുകൾ, അവിടെ നിന്നാണ് സ്റ്റേജ് 2-ൽ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ കൃത്യമായ സൂചന ഈ സ്റ്റേജിൽ നമുക്കുണ്ട്, എവിടെ നിന്നാണ് ചോദ്യം വരാൻ പോകുന്നത് എന്നുള്ള സൂചന. അപ്പൊ ഇത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കും മുതൽക്കൂട്ടായിരിക്കും. നമുക്ക് ഓരോന്നും എവിഡൻസ് ബേസ്ഡ് ആയിട്ട് തന്നെ നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു ക്വിക്ക് അനാലിസിസ്, ഈ ഒരു എക്സാമിന്റെ ഒരു ബേർഡ്സ് ഐ വ്യൂ, ഒരു വിഗ്രഹ വീക്ഷണം നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ PDF-കളെല്ലാം നിങ്ങൾക്ക് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ഇത്തരത്തിലുള്ള ഫ്രീ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഡെയിലി രാവിലെ അവിടെ നിങ്ങൾക്ക് ഫ്രീ മോക്ക് ടെസ്റ്റ് കിട്ടുന്നതായിരിക്കും. നമ്മൾ അഫോർഡബിൾ കോഴ്സസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക, ഉഷാറായിട്ട് പഠിച്ചു പോവുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനിയാണ് ക്വിക്ക് അനാലിസിസ്. കട്ട് ഓഫ് എത്ര വരും എന്നൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ ഈ പരീക്ഷ മൊത്തത്തിലുള്ള സ്വഭാവം നിങ്ങൾക്ക് ഒന്ന് ഞാൻ പറഞ്ഞു തന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീപ്പ് അനാലിസിസിലേക്ക് പോവാം. ഒന്നാമതായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ പരീക്ഷയിലും PSC കൃത്യമായിട്ട് സിലബസ് ഒന്നും അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് എന്ന് തന്നെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ KAS-ന്റെ സിലബസിനകത്തുള്ള ചില ഏരിയാസ്, ഫോർ എക്സാമ്പിൾ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ആൻഡ് ജർമ്മനി, അത് ഇവിടെ കയറി ചോദിച്ചു. കഴിഞ്ഞ പ്രാവശ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചില്ലായിരുന്നു, ഇപ്പൊ തവണ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിന്റെ ഡിഫിക്കൽറ്റി ലെവൽ എത്രത്തോളം ഡിഫിക്കൽട്ട് ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, PSC ഓൾമോസ്റ്റ് നന്നായി. പണ്ടൊക്കെ ആണെങ്കിൽ സ്റ്റേജ് 1 സ്റ്റേജ് 2 തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ് ഡിഫിക്കൽറ്റിയുടെ കാര്യത്തിൽ. ഇവിടെ ഡിഫിക്കൽറ്റി ലെവൽ ഓൾമോസ്റ്റ് സെയിം ആണെന്ന് തന്നെ പറയേണ്ടി വരും. ബിക്കോസ് സ്റ്റേജ് 1-ല് GK കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു, പക്ഷെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, റീസണിങ് ആ ഏരിയ കുറച്ച് ഈസി ആയിരുന്നു. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ GK കുറച്ച് ഈസിയാണ്, പക്ഷെ മാത്തമാറ്റിക്സിന്റെ സെക്ഷനിൽ കുറച്ച് ഡിഫിക്കൽട്ട്. ഒരു ബാലൻസിങ് ആക്ട് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. രണ്ടൊന്നും ബാലൻസ്ഡ് ആയി പോയിട്ടുണ്ട് അല്ലെ, ബാലൻസ്ഡ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസമില്ല. സ്റ്റേജ് 1 സ്റ്റേജ് 2 എഴുതിയ ആൾക്കാർക്കിടയിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതാണ് അതിന്റെ കാര്യം. ഞാൻ പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ താഴെ തൊട്ട് മുമ്പ് കമന്റ് ആണ് അല്ലെ, സ്റ്റേജ് 2 എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ടൈം മാനേജ്മെന്റ് ആണ് പ്രധാനമായിട്ട് പറഞ്ഞത്. മാത്തമാറ്റിക്സ് ചെയ്ത് തുടങ്ങരുതെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ മാത്സിൽ വലിയ പുലികളാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഒരിക്കലും മാത്തമാറ്റിക്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് ഞാൻ പറയുന്നു. ഈ പരീക്ഷയിൽ അങ്ങനെയായിരുന്നു. മാത്സ് നമ്മൾ ഇട്ട് കുറച്ച് വട്ടം കറക്കുന്ന അലമ്പ് ചോദ്യങ്ങൾ കുറെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന 3 ചോദ്യമുണ്ട്. നമുക്കത് നേടിയെടുക്കാൻ സാധിക്കണം അല്ലെ. അതിൽ കൂടുതൽ കിട്ടുന്നത് ഏറ്റവും നല്ലത്. പക്ഷെ അതിന് പുറകെ പോയാൽ മറ്റേ ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. 1.25 മണിക്കൂറല്ലേ സമയമുള്ളൂ. നിങ്ങൾ മാത്സിൽ കിടിലങ്ങളാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ഞാൻ ശരാശരി വിദ്യാർത്ഥികളെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പൊ ടൈം മാനേജ്മെന്റും ഈ പരീക്ഷയിൽ വലിയൊരു ഘടകമാണ്. ഇതെല്ലാം ഒരു പാഠമാണ്. അടുത്ത പരീക്ഷ എങ്ങനെ ആയിരിക്കും എന്നുള്ള കൃത്യമായ സൂചനയാണ് ഇവിടെ തരുന്നത് അല്ലെ. യെസ്, പിന്നെ നമ്മൾ സ്ഥിരം പറയുന്ന പോലുള്ള വിജയത്തിന്റെ ഫോർമുല, ആഴത്തിൽ പഠിക്കുക, കറക്കി കുത്തുക. ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രശ്നം എക്കണോമിക്സ് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ അധികം പോപ്പുലർ അല്ലാത്ത ഏക മൂവ്മെന്റിന്റെ ചോദ്യം. ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് സീരീസിൽ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ ഞാൻ താഴെ നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരാം. അതിന്റെ അസോസിയേറ്റഡ് ഫാക്ടറുകൾ നിങ്ങൾ പഠിക്കണം. അല്ല നമ്മൾ പ്രവചിച്ചതങ്ങ് വന്നു എന്ന് വെറുതെ പറയാൻ വേണ്ടി മാത്രമല്ല, അതിന്റെ അസോസിയേറ്റഡ് ഫാക്ടറിൽ നിന്ന് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും ചോദ്യം വരും. അത് ഞാൻ നിങ്ങൾക്ക് തന്നുവിടാം. അപ്പൊ നമുക്ക് അഡ്വർടൈസ്മെന്റ്സ്, അതിഭീകരമായിട്ട് ലക്ഷങ്ങൾ മുടക്കിൽ അഡ്വർടൈസ്മെന്റോ ഭയങ്കര റീൽസോ വീഡിയോസോ ഒന്നും ഇല്ല.
ഞങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന് തെളിവ് സഹിതം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരും. ഈ PDF ഞാൻ ടെലിഗ്രാമിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി വേണമെങ്കിൽ ക്ലോസ് ചെക്ക് ചെയ്യാം. അപ്പൊ അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, അല്ലെ? യെസ്. അപ്പോൾ ആഴത്തിൽ പഠിക്കുക, കറക്കി കുത്താവുന്ന ലോജിക്കലി സോൾവ് ചെയ്യാവുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട്. നമുക്കതും ഒന്ന് ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ തന്നെ അതെല്ലാം ചർച്ച ചെയ്യാം കേട്ടോ. പിന്നെ സ്ഥിരം PSCയുടെ ചില പ്രശ്നങ്ങൾ, അല്ലെ? ചില ചോദ്യങ്ങളിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ജലാശയങ്ങളെ സംബന്ധിച്ച ഒരു ചോദ്യത്തിനകത്ത് ഇംഗ്ലീഷ് ഏരിയയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ വിടുക, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ജയിക്കാനുള്ള മാർക്ക് മതിയല്ലോ. PSC നന്നാക്കിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ, നമുക്കൊരു ജോലി മതിയല്ലോ. ആ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, അത്യാവശ്യം ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ വന്നിട്ടുണ്ട്, അല്ലേ? അപ്പൊ അതൊക്കെ ചലഞ്ചിങ് അല്ല. ആക്ച്വലി നമുക്ക് ഈസി ആയിട്ട് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ റിപ്പീറ്റേഷൻ വരുന്ന ഹോട്ട് ഏരിയാസിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഏരിയാസ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഞാൻ ആ ഒരു ഏരിയാസ് ഒന്ന് ചർച്ച ചെയ്ത് തരാം. അതിന്റെ അസോസിയേറ്റഡ് ഫാക്ടുകൾ നിങ്ങൾക്ക് തരാം. ഇതും ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അടുത്ത ഘട്ട പരീക്ഷയ്ക്കും ഡിഗ്രി മെയിൻസിനും ഇനി വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടി നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യാം കേട്ടോ. അതാണ് ഞാൻ പറയുന്ന ആഴത്തിലുള്ള പഠനം. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കറക്കിക്കുത്തം ഞാനത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഈ ഒരു ചോദ്യം കണ്ടാൽ സിമ്പിൾ ആയിട്ട് തോന്നും, അല്ലെ? മണി മൾട്ടിപ്ലയർ അല്ലെങ്കിൽ മണി സപ്ലൈയെ സംബന്ധിക്കുന്ന എക്കണോമിക്സിലെ ഗഹനമായ ഒരു ടോപ്പിക്കാണ്, അല്ലെ? മണി സ്റ്റോക്കിനെ സംബന്ധിച്ച ഹയസ്റ്റ് ഫോം ഓഫ് ലിക്വിഡിറ്റി കൂടുതൽ ഏതാന്നുള്ളതാണ് ചോദ്യം. ഇത് റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ഇതിനെപ്പറ്റി വളരെ മുമ്പ് തന്നെ ഒരു വർഷം നമ്മൾ വിശദമായിട്ടുള്ള യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ മാർക്ക് മൈ വേർഡ്സ്, ഈ ഏരിയയിൽ നിന്നും എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയുള്ള M2 എന്താണ്, M3 എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് മെയിൻസിന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഈ വീഡിയോ കണ്ടാൽ മതി, ഫുള്ള് കിട്ടും. അപ്പൊ എനിക്ക് നിങ്ങൾ ചെയ്യേണ്ട ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ ഉത്തരം എന്തുവരുന്ന കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞേ. എത്ര പേർക്ക് അറിവ് നേടാനുള്ള ആഗ്രഹമുണ്ടെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ യൂട്യൂബ് ടെലിഗ്രാമിൽ വഴി ഫ്രീ ക്ലാസ്സുകൾ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ചോദ്യം, അല്ലെ? എക്സസ് ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഓവർ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് കാൾഡ്. പ്രൈമറി ഡെഫിസിറ്റ് എന്നൊരു കോൺസെപ്റ്റ് ആണ്. ഇത് ഞങ്ങൾ ടെസ്റ്റ് സീരീസിനകത്ത് വളരെ ആഴത്തിൽ തന്നെ കവർ ചെയ്തിട്ടുള്ളതായിരുന്നു. ഇക്വേഷൻ സഹിതം പഠിപ്പിച്ചാൽ വിട്ടത്. അപ്പോ ഇതിന്റെ അസോസിയേറ്റഡ് ഫാക്ടുകൾ മസ്റ്റ് ആയിട്ട് നോക്കിട്ടോ. ഇതായിരുന്നു ചോദ്യം, 17ാമത്തെ ചോദ്യമായിരുന്നു. അതിനകത്ത് ഈ ഒരു ടെസ്റ്റ് സീരീസ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് അറിയാം, ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ ആയിരുന്നെങ്കിലും 10 ഫുൾ ടെസ്റ്റിൽ കൂടെ സിലബസിന്റെ ഓൾമോസ്റ്റ് ഏരിയാസ് ടച്ചപ്പ് ചെയ്ത് പോകാൻ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഹോട്ട് ഏരിയാസ് എല്ലാം തന്നെ റിവിഷൻ ക്ലാസ്സുകൾ, അത് തീവ്രമായിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുമായിരുന്നു, അല്ലെ? ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അതിന്റെ ഒരു വാല്യൂ അറിയാം. അതുപോലെ തന്നെ ഏകാ മൂവ്മെന്റിന്റെ ഈ ഒരു ചോദ്യം നമ്മൾ ടെസ്റ്റ് സീരീസിനകത്ത് ക്ലാസ്സിനകത്ത് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ തെളിവാണ് ഈ കാണുന്നത്. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഏക് ഒന്നെന്നാണല്ലോ മീനിങ്. അപ്പം യുണൈറ്റഡ്, ഒരുമിച്ച, യുണൈറ്റഡ് മീൻസ് ഒന്നിച്ച എന്നുള്ള മീനിങ് ആണുള്ളത്. യുണൈറ്റഡ് പ്രൊവിൻസിനാണ് അത് നടക്കുക. വർഷം ഏത് വരും? 1921 മുതൽ 22 വരെ. അപ്പം 1 ഏക് അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു വിട്ടിട്ടുള്ളത്. അതിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള കുട്ടികളെല്ലാം ഇത് ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകാ മൂവ്മെന്റിന്റെ ഏരിയ, അല്ലെ? ഇതിന്റെ അസോസിയേറ്റ് ഫാക്ടുകളും നിങ്ങൾ മസ്റ്റായി പഠിച്ചിരിക്കണം. 16th ഫിനാൻസ് കമ്മീഷന്റെ ഈ ചോദ്യങ്ങളൊക്കെ ഡയറക്ട്ലി സ്റ്റേറ്റ്മെന്റ് സഹിതം നമ്മുടെ ക്ലാസ് നോട്ട്സിനകത്ത് ഉള്ളതാണ്, ഈ റിവിഷൻ ബാച്ചിനകത്ത് ഉള്ളതാണ്. ആർട്ടിക്കിൾ ഏത്, അരവിന്ദ് പനഗരിയാണ് ഇപ്പോഴത്തെ ആളെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഈ ഒരു പരീക്ഷയിൽ GK പോർഷൻസ് ഞാൻ പറഞ്ഞല്ലോ, അത്ര ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ള GK ടോപ്പിക്സ് കുറവായിരുന്നു. പക്ഷെ സ്റ്റേജ് 1 ഉണ്ടായിരുന്നു. അതിനകത്ത് ഇന്ദുഗോപന്റെ അനോ എന്ന് പറയുന്ന നോവലിനെ പറ്റിയുള്ള ചോദ്യം ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ടെസ്റ്റ് സീരീസ് അത് കവർ ചെയ്തതാണ്. പ്രൂഫ് എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അരവിന്ദ് പനഗരിയുടെ ആ ഒരു ചോദ്യം, അല്ലെ? 16th ഫിനാൻസ് കമ്മീഷനെ പറ്റിയുള്ള ചോദ്യമായിരുന്നു. അദ്ദേഹമാണ് ചെയർപേഴ്സൺ. ആർട്ടിക്കിൾ 280, ഭരണഘടന ആർട്ടിക്കിൾ 280 വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ നോട്ട്സിൽ കവേർഡ് ആണ്. ചില ആൾക്കാർ കൺഫ്യൂസിംഗ് ആയി തോന്നിയ ഒരു ചോദ്യമാണ് ഈ റാമിന്റെ ഈ ഒരു ചോദ്യം, അല്ലെ? റാമിന്റെ ഈ ഒരു ചോദ്യം, റീഡ് ഓൺലി മെമ്മറി. ഇവിടെ ടെസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1 സെക്കൻഡ്. യെസ്, കൃത്യമായിട്ടും പറയുന്നുണ്ട്. DRAM ആണ് മെയിൻ മെമ്മറി എന്നുള്ളൊരു കാര്യം. DRAM ആണ് മെയിൻ മെമ്മറി. ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, SRAM ഉണ്ട് DRAM ഉണ്ട്. ഒന്ന് ക്യാഷ് മെമ്മറി, ഒന്ന് മെയിൻ മെമ്മറി. അപ്പം ഒന്ന് ഇതാണെങ്കിൽ മറ്റൊന്ന് ഇതായല്ലേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാ? മെമ്മറി എന്നുള്ള 2 ഓപ്ഷൻ അതിനകത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് 41ന്റെ ആൻസർ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എന്താ പറയാ, B എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും, അല്ലെ? യെസ്. കമ്പ്യൂട്ടർ വൈറസുകളെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ ഈസി ആയിരുന്നു. അപ്പൊ ഇതൊക്കെ അസോസിയേറ്റഡ് ഫാക്ടർ വെച്ച് തന്നെ പഠിക്കാം. മെഹലനോബിസ് മോഡൽ, അതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം. നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ മാത്രം കിട്ടിയാൽ പോരല്ലോ, ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളും അവിടുന്ന് കിട്ടണം. കാര്യം ഒരു പരീക്ഷയിൽ 100 ചോദ്യം ഉണ്ടെങ്കിൽ അതിനകത്ത് 40 എണ്ണമൊക്കെ ഈസി ആയിരിക്കും.
10 30 എണ്ണോ അല്ലെങ്കിൽ 20 എണ്ണോ ഒക്കെ ഡിഫിക്കൽട്ട് ആണല്ലോ. അപ്പൊ നമുക്ക് രണ്ടും കിട്ടിയെങ്കിൽ മാത്രമേ ഗുണമുള്ളൂ അല്ലെ, അല്ലാതെ ഡിഫിക്കൽട്ട് സ്റ്റെപ്സ് മാത്രം എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തരം ഏറ്റവും ഈസി ചോദ്യങ്ങളും നമ്മുടെ ടെസ്റ്റ് സീരീസിനകത്ത് എക്സ്റ്റെൻസീവ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. ഇനിയാണ് പല ആൾക്കാരും പ്രതീക്ഷിക്കുന്ന എലിമിനേഷൻ ടെക്നിക്സിന്റെ ഒരു കോൺടെക്സ്റ്റ്. എലിമിനേഷൻ ടെക്നിക്സ് കറക്കി കുത്തി ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന എത്ര ചോദ്യം ഉണ്ടായിരുന്നു അറിയോ? നിങ്ങൾ അറിയാത്തൊരു ചോദ്യം വന്നിരിക്കട്ടെ, അതുപോലെ നമുക്ക് കറക്കി കുത്തി ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമല്ലോ. നമുക്ക് നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. ഈ ഒരു ചോദ്യം ഇതൊക്കെ സയൻസ് ആൻഡ് ടെക് എന്നൊരു സിലബസിന്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ്, പക്ഷെ ഇതൊരു ഫിലോസഫിക്കൽ ചോദ്യമാണ്. ചോദ്യം എന്താണ്? സയൻസ് ഒരു ഡൈനാമിക് പ്രോസസ് ആണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന ചോദ്യം. നിങ്ങൾ ഈ ചോദ്യമേ വിട്ടുകളയാം, ചോദ്യം നിങ്ങൾ നോക്കണ്ട, ഓപ്ഷൻസ് മാത്രം നോക്കിയാൽ മതി. ഇതിനകത്ത് തെറ്റല്ലാത്ത ഓപ്ഷൻ ഏതാ? സയന്റിഫിക് ലോസ് ആർ പെർമനന്റ് എന്നാ പറയുന്നത്. ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കും. സി ന്യൂട്ടൺ കണ്ടെത്തിയ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് തെറ്റാണെന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് കണ്ടെത്തിയത്. അതിനകത്ത് ന്യൂനതകളാണ് ആൽബർട്ട് ഐൻസ്റ്റൈന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ പറയുന്നത്. അപ്പോൾ ഓരോ നിയമങ്ങൾ വരുമ്പോൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും സയൻസ് എന്നത്. റിലീജിയൻ, മതങ്ങളാണ് ഒരിക്കലും മാറാത്തത്. മതവും ശാസ്ത്രവും നമ്മുടെ വ്യത്യാസം അതാണ്. ശാസ്ത്രം എപ്പോഴും സെൽഫ് കറക്റ്റ് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. പക്ഷെ മതം വൺസ് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ അത് മാറുന്ന കാര്യം കുറച്ച് പാടാ, റിജിഡ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ ഇതാണ് ഇത് എന്താ പറയാ, തെറ്റായിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് അല്ലെ. സി ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, എയും ബിയും ഒരൊറ്റ കാര്യമല്ലേ പറയുന്നത്? ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ അവിടെ വെച്ചോ. എയും ബി ഒറ്റ കാര്യം പറയുന്നത് മനസ്സിലാവും. എ പറയുന്നു സയന്റിഫിക് ലോസ് ആർ പെർമനന്റ്, ബി പറയുന്നു സയന്റിഫിക് തിയറീസ് മാറില്ല, രണ്ടും ഒന്നല്ലേ. അപ്പം ഒരു ചോദ്യത്തിന് ഒറ്റ ഉത്തരവല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ശരിയാണ് ഇത് ശരിയാണ്, അത് പോസിബിൾ അല്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. ഞാൻ ഇപ്പൊ ഒന്നും കൂടെ നിങ്ങൾ ഒന്ന് റിവേഴ്സ് അടിച്ച് കേട്ട് നോക്കി. ഇത് ശരിയാണെങ്കിൽ ഇത് ശരിയായല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ എന്തെല്ലാം ശരിയാകാൻ ഒക്കത്തില്ല, ഒരു ചോദ്യത്തിന് ഒറ്റ ഉത്തരേ പാടുള്ളൂ. അപ്പൊ ഇത് രണ്ട് ഒരുമിച്ച് എലിമിനേറ്റ് ചെയ്ത് കളയാം. സയൻസ് ഈസ് ബേസ്ഡ് ഓൺ ബിലീഫ്. വിശ്വാസത്തിന്റെ പുറത്താണോ ശാസ്ത്രം? ഇത് റിലീജിയൻ വേഴ്സസ് സയൻസ് എന്ന് പറയുന്ന ഒരു ചർച്ചയാണ്. അടുത്ത പ്രാവശ്യം ചോദ്യം വരാൻ പോകുന്ന ഈ ഒരു മേഖല എന്തായിരിക്കും? റിലീജിയനും സയൻസും എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ അതിനെ അനലൈസ് ചെയ്യാം. ബിലീഫ് അല്ലല്ലോ, സയൻസിന് എവിഡൻസ് അല്ലേ, തെളിവല്ലേ വേണ്ടത്. അപ്പൊ ഇതിന് ആൻസർ ഡി ആണ് അല്ലെ. പുതിയ പുതിയ ഡിസ്കവറീസ്. ഡൈനാമിസം എന്ന് വെച്ചാൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന മീനിങ് ആണ് ഡൈനാമിസം. അപ്പം ന്യൂ ഡിസ്കവറീസ്, അതുമായിട്ട് ബന്ധമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ് അല്ലെ. പിന്നെ 47ാമത്തെ ചോദ്യം പിള്ളേരെ, ഇതൊരു സ്ഥിരം എലിമിനേഷൻ ടാക്ടിക്സ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ബിക്കോസ് ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് നാഷണൽ STI ഒബ്സർവേറ്ററി അല്ലെ, STIP 2020. എന്തൊരു ഒബ്സർവേറ്ററി ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സ്ഥിരം ചോദ്യം, ഒരു കമ്മീഷൻ, ഒരു ഒബ്സർവേറ്ററി അല്ലെങ്കിൽ ഒരു ഏജൻസി ഒക്കെ തന്നിട്ട് അത് ഫണ്ടിങ് കൊടുക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ നാഷണൽ SC/ST കമ്മീഷൻ അല്ലെ, അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇവരുടെ ഒക്കെ ഫംഗ്ഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ്, ഫണ്ട് അലൊക്കേഷൻ അല്ല. സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു കമ്മീഷൻ ഫണ്ട് കൊടുക്കുന്നു, ഇപ്പൊ അത് മാറി ഒബ്സർവേറ്ററി ആക്കിയേക്കാണ്. ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ഈ ഒരു ഒബ്സർവേറ്ററി ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്ന ഏജൻസിയാണ്. ഇത് തെറ്റാണ്. അപ്പൊ ഇത് നോക്കണം. ചിലപ്പം പണ്ട് കമ്മീഷൻസിനെ വെച്ച് ചോദിച്ചുകൊണ്ടിരുന്ന അതേ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ അവര് ഒന്ന് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന പോലെ ഒബ്സർവേറ്ററിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ ഏജൻസീസിനെ പറ്റിയാവാം. ഏജൻസീസിനെ പറ്റിയായി അത് ശരിയാവാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ വേൾഡ് ബാങ്ക്, IMF, ഫിനാൻഷ്യൽ ഏജൻസീസ് ആണെങ്കിൽ കിഫ്ബി ഫണ്ടിങ് ഏജൻസിയാണ് അല്ലെ. പക്ഷെ ഇതിൽ ഒബ്സർവേറ്ററീസ് അല്ലെങ്കിൽ കമ്മീഷൻസ് അവയെ പറ്റി പറയുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഫണ്ട് ചെയ്യുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാവാനുള്ള സാധ്യത. മെയിൻസിനെ ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ എ എന്നൊരു ആൻസറിലേക്ക് എത്താം അല്ലെ. യെസ്, 47ന്റെ ആൻസർ എ എന്നൊരു ആൻസറിലേക്ക് എത്താം. റൈറ്റ്. അടുത്തൊരു ചോദ്യം, നെയ്ത്തലി. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് 2023 നെറ്റിൽ വന്നിട്ടുള്ള നെറ്റ് ചോദ്യ പേപ്പർ എന്നുള്ള ചോദ്യമാണ്. പക്ഷെ നമ്മുടെ SCRTക്ക് അത് കവേർഡ് ആയിട്ടുള്ള ബേസിക് ഫാക്ടർ. പക്ഷെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ഒരു ഉത്തരത്തിലേക്ക് എത്താം. എഡ്യൂക്കേഷനെ സംബന്ധിക്കുന്ന ഒരു സംഭവം അല്ലെ. ഈ 4 ഓപ്ഷൻസിനകത്ത് വിദ്യാഭ്യാസവുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി ആരാ? ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് മാത്രം നോക്കിയാൽ പോരെ. ഇതാണ് എക്സാം ഹോൾ നമുക്ക് കൺഫ്യൂഷൻ ആണ് ഇത് അല്ലെ. മൗലാന അബ്ദുൽ കലാം ആസാദ് നമ്മുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. എന്റെ സ്റ്റുഡന്റ് എന്ന് വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹത്തിന് ഇത് തെറ്റിപ്പോയി. ഡോക്ടർ സക്കീർ ഹുസൈനും മൗലാന അബ്ദുൽ കലാം ആസാദ് അതിന് തിരിഞ്ഞുപോയി. പക്ഷേ ലക്ക് എന്ന് പറയട്ടെ, കറക്റ്റ് ആൻസർ ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. അതൊരു ഭാഗ്യമായിരുന്നു. പക്ഷെ അദ്ദേഹം വളരെ ശാസ്ത്രീയമായിട്ട് എലിമിനേഷൻ ചെയ്തൊരു കാര്യമാണ്. കാര്യം എക്സാം ഹോൾ നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ കിളിയൊക്കെ പാറിയിരിക്കുമ്പോൾ ചില പേരുകൾക്ക് അങ്ങോട്ട് ഇങ്ങനെ മാറിപ്പോകും. അങ്ങനെ എന്തായാലും എഡ്യൂക്കേഷൻ അല്ലേ, അപ്പൊ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണല്ലോ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. പക്ഷെ പുള്ളിയുടെ മനസ്സിൽ കൂടെ പോയ പേര് ഇതാണ്. അങ്ങനെ പുള്ളി സക്കീർ ഹുസൈൻ കയറി കുത്തി. ആളുടെ പേര് ചോദിക്കരുത്, ഞാൻ പറയത്തില്ല. അങ്ങനെ എന്തായാലും ഡി എന്ന ഉത്തരത്തിലേക്ക് എത്തി. പക്ഷെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് പുള്ളി. ഒരു മാർക്ക് എക്സ്ട്രാ കിട്ടിയല്ലോ. പക്ഷേ 2023 നെറ്റിൽ വന്നിട്ടുള്ള ചോദ്യം എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, മറ്റു ചോദ്യത്തിലേക്ക് വരുമ്പോൾ
യെസ്, ഗ്രീൻ ഹൈഡ്രജൻ സ്ഥിരം തീമ, എപ്പോഴും ചോദ്യം വരുന്ന ഏരിയയാണ് ഗ്രീൻ ഹൈഡ്രജൻ അല്ലേ. ഇത് ചോദ്യം എന്താണ്? ഇന്ത്യസ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എയിംസ് ടു, ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദ്യം. പ്രൊമോട്ട് ബ്ലൂ ഹൈഡ്രജൻ ഇമ്പോർട്ട്. എന്ത് തേങ്ങ പറഞ്ഞേ? കഴിഞ്ഞ പ്രാവശ്യം ഗ്രീൻ ഹൈഡ്രജൻ ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്കും പ്രൊമോട്ട് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് അങ്ങനെ എന്തോ സ്റ്റേറ്റ്മെന്റ്. അത് ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലൂ ഹൈഡ്രജൻ ഇമ്പോർട്ട് ചെയ്യാനാണ് അത് ശ്രമിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എ തെറ്റാണ്. ഇത് ഗ്രീൻ, ഇത് ബ്ലൂ. കോൾ ബേസ്ഡ് ഹൈഡ്രജൻ പ്രോജക്ട്. ഗ്രീൻ എന്ന് പറയുന്ന വാക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞത്, ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി സൗഹൃദമായിട്ടുള്ളത് എന്നുള്ള അർത്ഥമാണ്, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി. അപ്പോ ഒരിക്കലും ബി വരത്തില്ല, കോള് കത്തിക്കുന്ന കാര്യമായിരിക്കില്ല. യെസ്, ടു ഡെവലപ്പ് ഇന്ത്യ ആസ് എ ഗ്ലോബൽ ഹബ് ഫോർ ഗ്രീൻ ഹൈഡ്രജൻ, അത് കറക്റ്റ് ആണ്. റീപ്ലേസ് റിന്യൂവബിൾ എനർജി ടാർഗറ്റ്സ്, അതൊന്നും ശരിയല്ലല്ലോ. അപ്പൊ സി ആണ് ഒരു ഉത്തരം അല്ലെ. ഗ്രീൻ എന്നൊരു വാക്ക് എവിടെ കണ്ടാലും, ഞാൻ പച്ച ഷർട്ട് ഇട്ടുകൊണ്ട് പറയുന്നതല്ല, ഗ്രീൻ എന്ന വാക്ക് എവിടെ കണ്ടാലും പ്രകൃതി സൗഹൃദമാകുന്നതാണ് മീനിങ് അല്ലെ. യെസ്, ഞാനിപ്പോ ഉപയോഗിക്കുന്ന കളറും പച്ചയാണ്. യെസ്, ദാറ്റ്സ് ട്രൂ. അപ്പോ 50ാമത്തെ ചോദ്യം, ഇത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോ, നിങ്ങൾ കട്ട് ഓഫിനെ പറ്റിയുള്ള സംശയത്തിലായിരിക്കുന്നത് എനിക്കറിയാം. കട്ട് ഓഫ് പ്രഡിക്ഷൻ ഞാനിപ്പം പറയാം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഈ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് പോവാം. 50ാമത്തെ ചോദ്യം, പ്രൈമറി ഹെൽത്ത് കെയർ, പ്രാഥമിക ചികിത്സ അല്ലെ, പ്രാഥമിക ആരോഗ്യ ചികിത്സ, ഇതിനെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദ്യം. നല്ല കാര്യങ്ങൾ ഏതോ ആയിക്കോട്ടെ, പ്രൈമറി ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അവർ എന്ത് തേങ്ങയാണെങ്കിലും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ. പ്രൈമറി ഈ സാധനം പ്രൊമോട്ട്സ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസസ്. എഡ്യൂക്കേഷൻ ഹെൽത്ത് സർവീസസ് ആണ്, ഇവിടെ ഹെൽത്ത് ആയതുകൊണ്ട് ഹെൽത്ത് സർവീസസ്. നമ്മൾ അങ്ങനെ വേണം ആലോചിക്കും. ഇനി അടുത്ത ചോദ്യത്തിനകത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അടുത്ത എക്സാമിനർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ആലോചിക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ തള്ള് സ്റ്റേറ്റ്മെന്റ്. വൈ? ഇപ്പം പ്രൈമറി എഡ്യൂക്കേഷനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എന്താ? ഇറ്റ് പ്രൊമോട്ട്സ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ സർവീസ് എന്നായിരിക്കും. അതൊക്കെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ, പബ്ലിക് ഹെൽത്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ കെയർ. ഹോസ്പിറ്റലുണ്ട്, കെയർ ഉണ്ട്, പക്ഷെ സ്പെഷ്യലൈസ്ഡ് ആണോ? അതാണ് നിങ്ങളുടെ സംശയം. അവിടെ ഇരിക്കട്ടെ. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇസ് എ കീ പ്രിൻസിപ്പിൾ, ഇറ്റ്സ് എ വെരി കീ പ്രിൻസിപ്പിൾ ഓഫ് പബ്ലിക് ഹെൽത്ത് കെയർ അല്ലെ. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വളരെ പ്രധാനമാണെന്ന് പറയുന്നത്. അതിപ്പോ ഏതിനകത്താണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ പ്രധാനമല്ലാത്തത്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അഗ്രികൾച്ചർ, മൻരേഗ എടുക്കാം. ഇപ്പൊ അതില്ല എന്നാലും. അപ്പം ഏത് ആക്ടിവിറ്റിയിലാണെങ്കിലും, ഗ്രാസ് റൂട്ട് ലെവൽ ആക്ടിവിറ്റി ഏതിനകത്താണെങ്കിലും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടന്റ് അല്ലേ. ഫോർ അല്ലെങ്കിൽ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം, അതിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവില്ലേ. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇസ് കീ പ്രിൻസിപ്പിൾ, ശരിയല്ലേ. അപ്പം 1ഉം 2ഉം ശരി, 3 ശരിയാന്നുള്ളത് 100% ഉറപ്പാണ്. 2ന്റെ കാര്യത്തിലാണ് സംശയം. അപ്പൊ ഒന്നുകിൽ ബി വരും അല്ലെങ്കിൽ ഡി വരും അല്ലേ. 50-50 വന്നാൽ കുത്തിക്കണം. നിങ്ങൾ ഏത് കുത്തും? കമന്റ് സെക്ഷനിൽ എന്ന് പറഞ്ഞേ. നിങ്ങൾ ലോജിക്കും കൂടെ കമന്റ് ചെയ്ത് അത്രയും നല്ലത്. അപ്പൊ ഇത് എല്ലാവരും കാണട്ടെ, പ്രോബബിലിറ്റി തിയറിയുടെ പവർ എന്താണെന്നുള്ളത്. കാര്യം നമ്മൾ 50-50 എത്തിയാൽ കുത്തിയേ പറ്റത്തില്ല. അത്രയും വലിയ ഭാഗ്യദോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പണി കിട്ടുള്ളൂ. അല്ലെങ്കിൽ അഗ്രിഗേറ്റ് മാർക്ക് കൂടത്തേ ഉള്ളൂ. 10 ചോദ്യം അറ്റൻഡ് ചെയ്തു, 5 ശരിയാവുന്നു, 5 തെറ്റിന്, എന്നാൽ നമുക്ക് അഗ്രിഗേറ്റ് മാർക്ക് കൂടും അല്ലെ. വലിയ കട്ട് ഓഫിലേക്ക് വളരെയധികം മാർക്ക് നമ്മുടെ സ്റ്റുഡൻസ് നേടുന്നത് അവർ ബുദ്ധിജീവികളായതുകൊണ്ടല്ല, ടാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് അല്ലെ. യെസ്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. എനിക്കും ഒന്ന് അറിയണം നിങ്ങളുടെ ധൈര്യം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പൊ ഇനിയാണ് കട്ട് ഓഫിനെ പറ്റിയുള്ള നിങ്ങളൊരു സംശയം വരുന്നത്. സി, കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഈ ഒരു പരീക്ഷ നമുക്ക് 40 മാർക്ക് മുതൽ 53 മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാര്യം കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ ആയിരിക്കണം ഏറ്റവും കുറവ് കട്ട് ഓഫ് വരിക. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഈ നാഷണൽ സേവിങ്സിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിനോ അല്ലെങ്കിൽ ജയിലർ പോലെ പോസ്റ്റിനോ ആവാനാണ് സാധ്യത. വേക്കൻസികൾ കുറവാണല്ലോ. അപ്പൊ നിങ്ങൾ എന്തായാലും കട്ട് ഓഫിന് താഴെയാണെങ്കിലും മേലിലാണെങ്കിലും പഠിച്ചു തുടങ്ങുക. ഒരിക്കലും സ്റ്റഡീസ് കോംപ്രമൈസ് ചെയ്യരുത്. ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ട് അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ മെയിൻസ് ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ട പ്രിലിംസ് എഴുതാൻ പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അടുത്ത ഘട്ട പ്രിലിംസ് ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നതെങ്കിൽ ഞങ്ങളുടെ പ്രിലിംസ് റിവിഷൻ പ്ലസ് ക്രാഷ് ബാച്ചിലുണ്ട് കേട്ടോ. റിവിഷൻ ബാച്ചിന്റെ വില വെറും 499 രൂപ മാത്രമാണ്. ക്രാഷ് ബാച്ച് 999 ആണ്. ക്രാഷ് ബാച്ച് എടുക്കുന്നവർക്ക് റിവിഷൻ ബാച്ചും ടെസ്റ്റ് സീരീസ് ഒക്കെ ഫ്രീ ആയിട്ട് അതിനകത്ത് കിട്ടും കേട്ടോ. മെയിൻസ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബാച്ച് ചൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ഒരു ഭയം മെയിൻസിന്റെ ബാച്ച് എടുത്തിട്ട് പ്രിലിംസ് പാസ്സായില്ലെങ്കിലോ എന്ന് ആലോചിച്ചാണ് പേടിക്കേണ്ട. ആ സാഹചര്യം വരികയാണെങ്കിൽ റിമൈനിങ് ഫീസ് മാത്രം അടച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുടെ മറ്റ് ബാച്ചുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. ലോങ് ടേം ബാച്ച് ഉണ്ട്, LDC ബാച്ച് ഉണ്ട്, ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാച്ചിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. ആരും വഴിയാധാരം ആവില്ല കേട്ടോ. യെസ്. അപ്പൊ കോമൺ ടോപ്പിക്സ് വെച്ച് തന്നെ പഠിച്ചു തുടങ്ങുക. സോ പുഷ് ദ കോമ്പറ്റീഷൻ. നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം ഒന്ന് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്ത് കൂട്ടും. ബൈ.